പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് കുവൈറ്റ് ഫാഹിൽ ഏരിയയിലുള്ള അൽക്കൂത്ത് ബീച്ച് ആണ്. വളരെ മനോഹരമായൊരു ബീച്ചാണ് അൽക്കൂത്ത്. നോക്കൂ, ശാന്തമായ നീലക്കടൽ. വേലിയിറക്ക സമയമായതുകൊണ്ടാണ് വെള്ളം കുറഞ്ഞതായി തോന്നുന്നത്. വെള്ളിയാഴ്ചകളിൽ ഇവിടെ കുറച്ച് കുട്ടികളെല്ലാം പരിശീലനത്തിനെത്താറുണ്ട്. എൻ്റെ സുഹൃത്ത് നന്ദുവിൻ്റെ സ്പീഡ് സ്പോർട്സ് അക്കാദമിയിലെ പരിശീലകരും കുട്ടികളുമാണ് ഇപ്പോൾ ഇവിടെ ഫുട്ബോൾ വാമപ്പ് മത്സരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും കുട്ടികളിവിടെ വന്ന് ഫുട്ബോൾ പരിശീലനത്തിന് ഏർപ്പെടാറുണ്ട്. ഇപ്പോൾ ചൂട് കൂടിയ സാഹചര്യത്തിൽ അതിൻ്റെ സമയം ദൈർഘ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ്. വളരെ മനോഹരമായ പ്രദേശമാണ്. ചിലരെല്ലാം യോഗ ചെയ്യുന്നു, മറ്റു ചിലരെല്ലാം നടക്കുന്നു. രാവിലത്തെ സെഷനുകളിലെല്ലാം കഴിഞ്ഞ് ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുന്നു, കാരണം ചൂട് കൂടി വരികയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4:30 തന്നെ ഇവിടെ എല്ലാം ഈ ബീച്ച് സജീവമാകുന്നതാണ്. ഇപ്പോൾ ഫുട്ബോളിന് വേണ്ടിയുള്ള കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ബീച്ചിലുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ നീന്തൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടർന്ന് നീന്തുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം അതികഠിനമായ ചൂടാണ് കുറച്ച് സമയത്തിന് ശേഷം അനുഭവപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ എത്രയും പെട്ടെന്ന് പരിശീലനം നടത്തി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുട്ബോൾ മത്സരങ്ങൾ മാത്രമല്ല, ഇവിടെ കുടുംബങ്ങളോടൊത്ത് സായാഹ്നങ്ങൾ ചെലവഴിക്കുവാനെല്ലാം ഒരുപാട് പേരെത്തുന്ന സ്ഥലമാണ്. ഇതാ വോളിബോൾ മത്സരങ്ങളും ബാസ്കറ്റ്ബോൾ മത്സരങ്ങളും ഒക്കെ അവിടെ സജീവമാണ്. ബാസ്കറ്റ്ബോൾ മത്സരം എനിക്ക് തോന്നുന്നു സമാപിച്ചെന്ന് തോന്നുന്നു. കൂടുതലായും ഫിലിപ്പിനോ സ്വദേശികളാണ് ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ഏർപ്പെടാറുള്ളത്. ഞാനങ്ങ് പോയ സമയത്ത് അവരോട് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരവിടെ മത്സരം നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പോൾ വോളിബോൾ മത്സരമാണ് പുരോഗമിക്കുന്നത്. ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വോളിബോൾ കോർട്ടും. കൂടുതലായും ഇന്ത്യൻ സ്വദേശികളാണ് വോളിബോൾ മത്സരങ്ങളിൽ സജീവമായി പങ്കെടുക്കാറുള്ളത്. കുറച്ചധികം ആൾക്കാർ നടപ്പ് പൂർത്തിയാക്കി മടങ്ങുകയാണ്. കൂടുതലായും തണുപ്പ് സമയങ്ങളിലാണ് ഈ ബീച്ച് തിരക്കേറുന്നത്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ടാണ് അധികം ആൾക്കാരെ കാണാത്തത്. എങ്കിലും വളരെ സജീവമായി നിലനിൽക്കുന്ന കുവൈറ്റിലെ വളരെ പ്രശസ്തമായൊരു ബീച്ചാണ് അൽക്കൂത്ത്. കുട്ടികളെല്ലാം മത്സരത്തിന് ശേഷമുള്ള റിലാക്സേഷൻ ടൈമിലാണ് പരിശീലകർ അവർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർ അവരുടെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. പ്രിയ സുഹൃത്ത് നന്ദുവിൻ്റെ ഈ സ്പീഡ് സ്പോർട്സ് അക്കാദമി വളരെ മികച്ച രീതിയിൽ കായിക പരിശീലനം കുട്ടികൾക്ക് നൽകുന്ന ഒരു കുവൈറ്റിലെ പ്രശസ്തമായൊരു സ്ഥാപനമാണ്. ബീച്ച് ഏകദേശം വിജനമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മടങ്ങുകയാണ്. എങ്കിലും അവിടെയായി കടലിൽ നീന്തുന്നവരെ കാണാൻ സാധിക്കും. സായാഹ്നങ്ങളിൽ ചൂട് കുറയുന്ന സമയങ്ങളിൽ വളരെ സജീവമാണ് ഈ ബീച്ച്. നോക്കൂ, എത്ര മനോഹരമായ നീല ജലാശയം. കുവൈറ്റികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ് ഈ പ്രദേശം.